റിപ്പോർട്ടിൽ നേരിട്ട് കേസെടുക്കാമല്ലോ എന്ന നിർണായക ചോദ്യവും കോടതി ഉന്നയിച്ചു. സംസ്ഥാന വനിതാ കമ്മീഷനെ സ്വമേധയാ കക്ഷി ചേർത്തു. ഹൈക്കോടതി ഇടപെടലോടെ കേസെടുക്കാൻ സർക്കാരിന് മേൽ സമ്മർദ്ദമേറുകയാണ്. അതേസമയം ഹൈക്കോടതി എന്തു പറഞ്ഞാലും നടപ്പാക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണെന്ന് മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചു. സർക്കാരിന് ഒന്നും മറച്ചുവെക്കാനില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യാനല്ല, സർക്കാർ നയം രൂപീകരിക്കാനാണ് കോൺക്ലേവ് നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഇപ്പോൾ ഈ റിപ്പോർട്ട് ഗൗരവമുള്ളതാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും തർക്കമില്ലല്ലോ. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ഉത്തരവ് പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യണം. ഗവൺമെൻറ് അതിന് തയ്യാറാണ്. ഒന്നും ഗവൺമെൻറ് മറച്ചു വെക്കാനില്ല. നടപ്പാക്കുന്നതിന് ഗവൺമെൻറ് തടസ്സമില്ലല്ലോ. ഗവൺമെൻറ് ഒന്നിനും എതിരല്ല. ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ പരാമർശങ്ങളും ഹൈക്കോടതിനെ പരിശോധിക്കാൻ ഹൈക്കോടതി തീരുമാനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതിനുശേഷം ഹൈക്കോടതി എന്താണോ ഡയറക്ഷൻ തരുന്നത് അത് ഗവൺമെൻറ് നടപ്പാക്കും. കോൺക്ലേവ് എന്ന് പറയുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ നിർദ്ദേശങ്ങൾ മാത്രമല്ല ചെയ്യുന്നത്. കോൺക്ലേവ് എന്ന് പറയുന്നത് സിനിമാ നയം, ഭാവിയിലെ കേരളത്തിലെ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഡിസ്കഷൻസാണ്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ആരുമായിട്ടെല്ലാം ചർച്ച ചെയ്യണോ അവരെല്ലാം ഈ കോൺക്ലേവിൽ പങ്കെടുക്കും. ഈ പറഞ്ഞ നിർദ്ദേശങ്ങൾ 24 ഉണ്ടല്ലോ, അതിൽ ഏതൊക്കെ ഭാഗങ്ങൾ കോൺക്ലേവിൻ്റെ ഭാഗമായി പോളിസിയിലേക്ക് വരണം എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ തെറ്റിദ്ധരിക്കേണ്ട, കോൺക്ലേവ് വേറെ ഇത് വേറെ. അത് വേറെ ഇത് വേറെ എന്ന് മന്ത്രി കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇന്ന് കോടതിയിൽ നടന്നത് എന്താണ്, ഒപ്പം രാഷ്ട്രീയമായി എങ്ങനെയാണ് പ്രതിപക്ഷം ആരോപണങ്ങൾ കടുപ്പിക്കുന്നത്, സർക്കാരിന്റെ പ്രതിരോധം എന്താണ്, അതാണ് നമ്മൾ ഇനി വിശകലനം ചെയ്യാൻ പോകുന്നത്. വിശദമായ വിശകലനത്തിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ പ്രതിനിധികൾ നമുക്കൊപ്പം ചേരുന്നു. ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജും ഒപ്പം ആർ ഋഷിപാൽ തിരുവനന്തപുരത്ത് നിന്നും. ആദ്യം ശ്യാം ദേവരാജിലേക്ക്. ശ്യാം ദേവരാജ്, കോടതിയിൽ ഇതൊരു പഠന റിപ്പോർട്ട് മാത്രമാണെന്ന് സ്ഥാപിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കൃത്യമായ ആ റിപ്പോർട്ട് വിളിച്ചു വരുത്താനുള്ള തീരുമാനത്തിലേക്ക് കോടതി എത്തിയ വഴി എങ്ങനെയായിരുന്നു? സുജയ, നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സ്വീകരിച്ച നിലപാടാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് സർക്കാർ സ്വമേധയാ കേസെടുക്കാനില്ല, പരാതിക്കാർ മുന്നോട്ട് വന്നാൽ അവർക്കൊപ്പം നിൽക്കും, കേസെടുക്കും, മുന്നോട്ട് പോകും എന്ന നിലപാടാണ്. പക്ഷേ ആ നിലപാടിനെ സമ്പൂർണ്ണമായും തള്ളുന്ന ഒരു നിലപാടാണെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഉണ്ടായത്. ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് അധ്യക്ഷനായ എസ് മനു അംഗമായ ഡിവിഷൻ ബെഞ്ച് ഈ ഹർജി, പൊതുതാൽപര്യ ഹർജി പരിഗണിക്കുമ്പോൾ ചോദിച്ചത് ഇതൊരു ഹൈക്കോടതിയുടെ നിരീക്ഷണമാണ്. ഏറ്റവും പ്രധാനം, ഇതൊരു ഗൗരവതരമായ കുറ്റകൃത്യമാണ് ഇതിൽ വെളിപ്പെടുന്നത് എന്നല്ലേ എന്ന് സർക്കാരിനോട് ചോദിക്കുന്നു. അതെ എന്ന് സർക്കാർ മറുപടി നൽകുന്നു. അങ്ങനെയെങ്കിൽ എന്ത് നടപടി സ്വീകരിക്കാനാകും? എന്ത് നടപടി എന്നാൽ ക്രിമിനൽ നടപടി, എന്തെല്ലാം ക്രിമിനൽ നടപടി ഇതിൽ സ്വീകരിക്കാനാകും എന്ന് സർക്കാരിനോട് ചോദിക്കുന്നു. അപ്പോൾ സർക്കാർ നൽകുന്ന മറുപടി, ഇതിൽ സർക്കാരിൻ്റെ നിലപാട് എന്ത് എന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചോദിക്കുന്നു. ഈ ഘട്ടത്തിലാണ് സർക്കാർ പറയുന്നത് എല്ലാ മൊഴികളും അനുസരിച്ച് കേസെടുക്കാനാവില്ല, പക്ഷേ പോക്സോ കുറ്റകൃത്യങ്ങൾ ഇതിലുണ്ട്, പോക്സോ കുറ്റകൃത്യങ്ങൾ അനുസരിച്ച് കേസെടുക്കാം എന്ന നിലപാടിലേക്ക് സർക്കാർ മാറുന്നത്, അല്ലെങ്കിൽ സർക്കാരിന് അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ, ഹൈക്കോടതിയിൽ നിലപാട് സ്വീകരിക്കാൻ നിർബന്ധിതമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇതിൽ ക്രിമിനൽ കുറ്റം വെളിവായിട്ടുണ്ടോ എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അടുത്തതായി ചോദിക്കുന്നത്. ക്രിമിനൽ കുറ്റം വെളിവായിട്ടുണ്ട് എന്ന് അഡ്വക്കേറ്റ് ജനറൽ മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട്. കുറ്റകൃത്യം വെളിപ്പെടുന്നുണ്ട് എന്ന കാര്യമാണ് മറുപടി നൽകിയത്. അങ്ങനെയെങ്കിൽ ആ സാഹചര്യത്തിലാണ് ഹൈക്കോടതി നിരീക്ഷിക്കുന്നത്. അതായത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയാണ് ഇതിൽ ഇരകളാക്കപ്പെട്ടവർ, സിനിമാ ലോകത്ത് പ്രവർത്തിക്കുന്ന ഇരകളാക്കപ്പെട്ടവർ. അങ്ങനെയെങ്കിൽ അവർ സ്വാഭാവികമായും ഈ കേസുമായി മുന്നോട്ട് വരാൻ തയ്യാറാവില്ല. പക്ഷേ സ്വമേധയാ എന്ത് നടപടി സ്വീകരിക്കാനാകും എന്ന കാര്യം സർക്കാർ അറിയിക്കണം എന്ന കാര്യം അഡ്വക്കേറ്റ് ജനറലിനോട് സർക്കാരിനോട് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുന്നത്. അന്വേഷണം സാധ്യമാകുമോ എന്ന് പരിശോധിക്കൂ എന്നാണ് സർക്കാരിനോട് ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെടുന്നത്. സ്വാഭാവികമായും സർക്കാരിന് ഇതിലെന്ത് അന്വേഷണം സാധ്യമാകും എന്ന കാര്യം ഹൈക്കോടതിയിൽ വ്യക്തമാക്കേണ്ടി വരും. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് സർക്കാർ അടുത്ത ദിവസങ്ങളിൽ തന്നെ അഡ്വക്കേറ്റ് ജനറൽ ഇത് സംബന്ധിച്ച നിയമോപദേശം നൽകുകയും തുടർന്ന് ക്രിമിനൽ കേസെടുക്കുന്ന നടപടികളിലേക്ക് സർക്കാർ കടക്കുകയും ചെയ്യുമെന്നാണ്. അത് സർക്കാർ സ്വമേധയാ കടക്കുന്നതല്ല, ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചാണ്, അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഇന്നത്തെ നിലപാടനുസരിച്ചാണ്. ഇക്കാര്യത്തിൽ സർക്കാർ ആർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ള ചോദ്യം വരുന്നുണ്ടല്ലോ. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ സർക്കാരിനോട് ചോദിക്കുന്ന ഘട്ടത്തിൽ കോടതി പറയട്ടെ, നടപടിക്ക് കോടതി പറയട്ടെ, അപ്പോൾ നടപടിയാകാം എന്നാണ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പോൾ നയപരമായിട്ടാണെങ്കിലും നിയമപരമായിട്ടാണും നിൽക്കുന്ന വാദമല്ല ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഹേമ കമ്മിറ്റി പറഞ്ഞതുകൊണ്ട് പുറത്തുവിടുന്നില്ല,
ഇതായിരുന്നു സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം. പക്ഷേ ജസ്റ്റിസ് ഹേമ നൽകിയ കത്തിലെ അവസാന വാചകങ്ങൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനാകുന്നത് സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് മേൽ നടപടികൾ സ്വീകരിക്കുക എന്ന് മാത്രമാണ്. ഇരകളുടെ സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിലപാട് എന്ന മട്ടിൽ സർക്കാരിനെ അത് വ്യാഖ്യാനിക്കുമ്പോൾ ഇന്നിപ്പോൾ കോടതി പറയുന്നത് ഇരകളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. പക്ഷേ കേസ് എടുക്കാമല്ലോ എന്ന് ചോദിക്കുമ്പോൾ സർക്കാരിന് മറുപടി ഇല്ലാതാകുന്നു എന്നൊരു വിഷയം കൂടിയുണ്ട്. ശ്യാം, ഇപ്പോൾ നിയമപരമായി അറിയേണ്ടത് കോടതിക്ക് ഇക്കാര്യത്തിൽ എന്തൊക്കെ ചെയ്യാം? ഇപ്പോൾ കേസെടുത്തുകൂടെ എന്ന് കോടതി ചോദിക്കുന്നു. ഈ ആരും കാണാത്ത പേജുകളടക്കം മുഴുവൻ റിപ്പോർട്ടും കോടതിക്ക് മുന്നിലേക്ക് എത്തുകയും ചെയ്യണം, അങ്ങനെയല്ലേ? സ്മൃതി, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെപ്റ്റംബർ 10 ഹേമ കമ്മിറ്റിയുടെ സമ്പൂർണ്ണമായ റിപ്പോർട്ട് സീൽഡ് കവറിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിലെത്തും. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് ഈ ഹേമ കമ്മിറ്റിയുടെ സമ്പൂർണ്ണമായ റിപ്പോർട്ട് പരിശോധിക്കുക. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും പുറത്തു വന്നിട്ടില്ല, പക്ഷേ പുറത്തു വന്ന ഭാഗങ്ങളടക്കം ഈ പൊതുസമൂഹത്തെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ 15-അംഗ പവർ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ നിരന്തരം ചൂഷണങ്ങൾക്ക് വിധേയമായി. അതിൽ ലൈംഗിക ചൂഷണം മുതൽ, അതായത് ലൈംഗിക ചൂഷണം എന്നത് ഏറ്റവും അങ്ങേയറ്റത്തെ ഏറ്റവും നീചമായ കുറ്റകൃത്യമാണ്. അതുമുതലുള്ള കുറ്റകൃത്യങ്ങളിലെല്ലാം ഇവർ പലതവണ പല രീതിയിൽ പല ഘട്ടങ്ങളിൽ വിധേയരായി എന്നതാണ്. ഇത് സമൂഹത്തിനെതിരായ കുറ്റകൃത്യമാണ് എന്നാണ് ഹൈക്കോടതി തന്നെ ഇന്ന് നിരീക്ഷിക്കുകയും ചെയ്തത്. കാരണം ഇവർ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയാണ്, ഇവർ മാറ്റി നിർത്തപ്പെട്ട ജനതയാണ്. ഇവർക്ക് സ്വമേധയാ മുന്നോട്ട് വരാൻ, പരാതി നൽകാൻ ഒരുപക്ഷെ ഭയമുണ്ടാകും. പക്ഷേ സർക്കാർ ഇതിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്ന കാര്യം വ്യക്തമാക്കണമെന്ന് ഡിവിഷൻ ബെഞ്ച് പറയുമ്പോൾ സർക്കാരിന് ഇതിൽ ക്രിമിനൽ കേസ് എടുക്കേണ്ടി വരും എന്നത് തീർച്ചയാണ്. കാരണം ഞാനത് പറയാനുള്ള കാരണം സെപ്റ്റംബർ 10 ഈ ഹേമ കമ്മിറ്റിയുടെ സമ്പൂർണ്ണമായ റിപ്പോർട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിലെത്തും. ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിലെത്തുമ്പോൾ ഹൈക്കോടതി ഈ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ഇതിൽ ഉറപ്പായും ക്രിമിനൽ കേസെടുത്ത് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ, തെളിവുകൾ, മൊഴികൾ, സാക്ഷിമൊഴികൾ, പരാതിക്കാരുടെ മൊഴികളെല്ലാം ഇതിലുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോടതി അത്തരമൊരു നിരീക്ഷണത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ സർക്കാരിന് ഇതിൽ നിയമ നടപടി സ്വീകരിക്കാൻ ബാധ്യസ്ഥരാകും, നിയമപരമായി ബാധ്യസ്ഥരാകും. എന്തെല്ലാം നിയമ നടപടികൾ സ്വീകരിച്ചു എന്ന കാര്യം സർക്കാർ സെപ്റ്റംബർ 10 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ അറിയിക്കേണ്ടി വരും എന്നതാണ് ഇതിൻ്റെ നിയമപരമായ സർക്കാരിന് മുന്നിലുള്ള ബാധ്യത. ശ്യാം, ഞാൻ വരാം ശ്യാമിലേക്ക്.